പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ, ക്രിസ്തുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. മനുഷ്യർക്കായി സകലതും സംവിധാനം ചെയ്യുകയും മരുഭൂമിയിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ച് ഇസ്രായേൽ ജനതയുടെ വിശപ്പ് ശമിപ്പിക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആകാശത്തിലെ പറവകളെ തീറ്റിക്കൊടുക്കുകയും വയലിലെ പുല്ലിനെ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനന്ത കാരുണ്യം നിരന്തരം പാടിപ്പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അപ്പം വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ തീറ്റി തൃപ്തരാക്കുകയും ചെയ്ത മിശിഹായി, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ പ്രിയ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ മഹത്വത്തിന് വിശ്വാസികളുടെ സുസ്ഥിതിക്കുമായി ഒരുക്കിയിരിക്കുന്ന ഈ നേർച്ച ഭക്ഷണം ദയാപൂർവം ആശീർവദിക്കണമേ. ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇത് ഭക്ഷിക്കുന്നവർ അങ്ങയുടെ കാരുണ്യത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. ഇത് പങ്കുവയ്ക്കുന്ന ഞങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കട്ടെ. അവസാനം അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിനണയുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുടുംബമാണ് തലമുറ അവർക്ക് സമ്മാനം കൊടുക്കുന്നതാണ്. തിരുക്കുടുംബത്തിന് വിളമ്പി തുടങ്ങിയ ശേഷമാണ് താഴെ ഇരിക്കുന്നവർക്ക് വിളമ്പി തുടങ്ങാൻ പാടുള്ളൂ. തിരുക്കുടുംബത്തിനുള്ള ഭക്ഷണത്തിന് തിരുക്കുടുംബത്തിന്റെ ഭക്ഷണം വിളമ്പാൻ നമ്മൾ കസേരകൾ കാലി ചെയ്യരുത്. അതുപോലെ തന്നെ കുട്ടികൾ തിങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള കസേര മാറ്റാവുന്നതാണ്. നമുക്ക് ഇടയായതുകൊണ്ട് കസേര അടുപ്പിച്ചിട്ടാൽ ചിലപ്പോൾ തിക്കുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും റോയിൽ കസേര ബാക്കിയുണ്ടെങ്കിൽ ആ യൂണിറ്റുകാർ പുറത്തുനിന്നുള്ള ഒരാളെ അകത്ത് കയറ്റാം. കസേര ബാക്കിയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി ചോറ് വിളമ്പി തുടങ്ങാവുന്നതാണ്.